തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കേവലം ഒരു മാസത്തിനുള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3 ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് കഴിയാൻ പോകുന്നത്. ഇതിൽ 1-ാം സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു. 5-ാം സെമസ്റ്റർ പരീക്ഷകൾ ഈ മാസം ഡിസംബർ 2-ന് അവസാനിച്ചു. ഇപ്പോൾ 3-ാം സെമസ്റ്റർ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഒരു മാസത്തിൽ 3 സെമസ്റ്റർ പരീക്ഷകൾ നടത്താൻ സാധിക്കുമോ സക്കീർ ഭായിക്ക് എന്ന് ചോദിച്ചതുപോലെ ഇവിടെ 3 സെമസ്റ്റർ പരീക്ഷകൾ നടത്തി കാണിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അക്കാദമിക് കലണ്ടറും തുടർന്നുള്ള പരീക്ഷാ ഷെഡ്യൂളും ഇനീഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചപ്പോൾ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ബൈ ഇലക്ഷനും ഇൻറ്റേർണൽ മാറ്റേഴ്സും ഒക്കെ ആവാം. എന്നാലും ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആവേണ്ടി വരുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയാതെ പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ 5-ാം സെമസ്റ്റർ പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന 3-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ എഴുതേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി പഠിക്കുകയും മുന്നോട്ട് പോവേണ്ടതായിട്ടും. ചുരുക്കം പറയുകയാണെങ്കിൽ 1-ാം സെമസ്റ്ററിൽ കയറിയാൽ 5-ാം സെമസ്റ്ററിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചിലപ്പോഴൊക്കെ പോക്ക്. ഇതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് അല്ല, പക്ഷേ ആയി വരുമ്പോൾ പോയി വരുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് പറയാനുള്ളത്, ഇനിയുള്ള ഈവൻ സെമസ്റ്റർ പരീക്ഷകളും ഇങ്ങനെയൊക്കെ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. എനിവേ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യമാണ് ഇവിടെ അന്വർത്ഥമാക്കുന്നത്. കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള 6-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടേതായിരിക്കാം ഇനി അടുത്ത പരീക്ഷ ഈവൻ സെമസ്റ്ററിൽ. എന്നാൽ ആ സമയത്ത് തന്നെ 2-ഉം 4-ഉം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്യാനും പരീക്ഷ നടത്താനും സാധ്യതയുണ്ടെന്നാണ് ഇക്കഴിഞ്ഞ ഓഡ് സെമസ്റ്റർ പരീക്ഷകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് ഡിഗ്രി എന്ന പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ പല രീതിയിലുള്ള സ്ട്രാറ്റജിയും ഗിമ്മിക്സും ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഇവിടെ വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. അത് തക്ക രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. പരീക്ഷകളുമായി മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.